നാട്ടിൽ നിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ട്. നീ ഒപ്പിട്ട് കൈപ്പറ്റിക്കോ. ഞാൻ കൈപ്പറ്റി, നീ കൈപ്പറ്റി. നമസ്കാരം. വ്ളോഗർ സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകി വനിതാ ചലച്ചിത്ര താരങ്ങൾ. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന് ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ, അതിന് തന്നാരും വിളിച്ചില്ല. ഉഷ ഹസീന എന്നിവർ പരാതി നൽകി. അശ്വിൻ ഡിയേഗോ ചേരുന്നു നമുക്കൊപ്പം. അശ്വിൻ ഡിയേഗോ, ഗുഡ് ഈവനിംഗ്. വ്ളോഗർ സന്തോഷ് വർക്കി കുറച്ച് കടത്തി പറയുന്നത് കണ്ടിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, ഇത് തന്നെയാണോ ഈ പരാതിയുടെ ആധാരം? തീർച്ചയായും കഴിഞ്ഞ ദിവസം ഇയാൾ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിലാണ് ഇപ്പോൾ കൂടുതൽ നടിമാർ ഇയാൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. വളരെ മോശം പരാമർശമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസമായിട്ട് നീ എന്നെ വെല്ലുവിളിക്കുന്നോടി. എടി തച്ചോളി ഉദയനന്റെ കുടുംബമാടി ഞാൻ. വേണ്ടി വന്ന ഞാൻ വാള് വെച്ച് കളയും, കോരി കളഞ്ഞ് നിന്റെ ഊപ്പാട് വരും. കാണോടി. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നും പരാതികൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ നടിമാർ ഇയാൾക്കെതിരെ പരാതി നൽകുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 12ഓളം നടിമാരാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്തു പറയുന്നത്? ഇതിൽ കൂടുതൽ എന്തോന്ന് ചെയ്യാൻ? മോശം രീതിയിലുള്ള പരാമർശമാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഇയാൾ നടത്തിയത്. കടുത്ത ശിക്ഷ തന്നെ ഇയാൾക്കെതിരെ വേണം എന്നുള്ളതാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഏതാണ്ട് അല്ല ചെയ്യുന്നത്, നല്ലവരും കൂടി ചീത്തയാകുകയാണ് ചെയ്യുന്നത്. ഈ പാലിൽ പാഷാണം കലക്കുന്നത് പോലെ. നിർത്തിയിട്ട് പോടാ. മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവരുടെ തത്വം പറച്ചില്. മലയാള സിനിമയിൽ ജോലി ചെയ്യുന്ന 250ഓളം വരുന്ന വനിതാ പ്രവർത്തകരെ ഇയാൾ ഇത്തരത്തിൽ മോശം പരാമർശം നടത്തി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് ഈ DGPക്ക് നൽകിയ പരാതിയിലുള്ളത്. നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ല. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. നേരത്തെ സിനിമാ നടി ഉഷ ഇയാൾക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഈ സന്തോഷ് വർക്കി ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം സിനിമകളുടെ റിവ്യൂ പറഞ്ഞ് ഒരു ചെറിയ രീതിയിൽ ഫേമസ് ആയ ആളാണ്. മാത്രം സോഷ്യൽ മീഡിയ അടക്കം വലിയ തരത്തിലുള്ള ആരാധക ഫോളോവേഴ്സും ഉണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിൽ മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. ഇയാൾ ഇത്തരത്തിലുള്ള ഈ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നത്. ഇതിനു മുമ്പും ഇയാൾ സമാന രീതിയിൽ ചില സിനിമാ നടികൾക്കെതിരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഒരുപടി കടന്നുകൊണ്ടാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം മോശം സ്ത്രീകളാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്താ പ്രശ്നം? എടാ, പുണ്യപുരാണ കാലങ്ങളിൽ മുതല് പെണ്ണുങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവത്തിന്റെ പേര് പറ. അത് ഞാനെങ്ങനെ ഓപ്പണായിട്ട് പറയണേ? അച്ഛനെതിരെ ശക്തമായി അപലപിക്കുകയും പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഈ 250ഓളം വരുന്ന സിനിമ വനിതാ പ്രവർത്തകരുടെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള പരാതി. സ്ത്രീത്വത്തെ അപമാനിച്ചു, അതിനെതിരെ അടുത്ത നടപടി തന്നെ ഇയാൾക്കെതിരെ വേണം എന്നുള്ളതാണ് ആവശ്യം. സുജിയ, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് നല്ലത്. ഒന്ന് പിടിച്ചു നോക്കാന്ന്, കയ്യിൽ ഒതുങ്ങൂലാണ്ട് വിട്ടാ പോരെ. അതാ നല്ലത്. ശരിയാ, ഞാനും കേട്ടു. പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ നാട്ടിൽ കാശുണ്ടെങ്കിൽ എന്ത് നടക്കും? ഞാൻ വരട്ടെ. ശരിയായിക്കോട്ടെ. അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി. എല്ലാവരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോകണം.